ഹായ് എവരി വൺ. ഇന്നത്തെ ക്ലാസ്സിൽ നമ്മൾ സാമൂഹ്യ പരിഷ്കർത്താക്കളിൽ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ശ്രീനാരായണ ഗുരുവിനെ കുറിച്ചാണ് പഠിക്കുന്നത്. അപ്പം നമുക്ക് ക്ലാസ്സിലേക്ക് കടക്കാം. ശ്രീനാരായണ ഗുരുവിൻ്റെ ജനനം 1856 ഓഗസ്റ്റ് 20-നാണ്. ജനന സ്ഥലം എവിടെയാണ്? തിരുവനന്തപുരം ജില്ലയിലെ ചെമ്പഴന്തിയിലാണ് ശ്രീനാരായണ ഗുരു ജനിച്ചത്. തിരുവനന്തപുരം ജില്ലയിലെ ചെമ്പഴന്തിയിൽ. അദ്ദേഹത്തിൻ്റെ വീട്ടുപേരാണ് വയൽവാരം വീട്. പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ ആണ്. ശ്രീനാരായണ ഗുരുവിൻ്റെ വീട്ടുപേരെന്താണ്? വയൽവാരം വീട്. എവിടെയാണ് അദ്ദേഹം ജനിച്ചത്? തിരുവനന്തപുരം ജില്ലയിലെ ചെമ്പഴന്തിയിൽ. അദ്ദേഹത്തിൻ്റെ പിതാവിൻ്റെ പേര് മാടനാശാൻ എന്നും മാതാവിൻ്റെ പേര് കുട്ടിയമ്മ എന്നുമായിരുന്നു. ശ്രീനാരായണ ഗുരുവിൻ്റെ ഭാര്യയുടെ പേരാണ് കാളിയമ്മ. കുട്ടിക്കാല നാമം നാണു അല്ലെങ്കിൽ നാരായണൻ എന്നാണ്. അപ്പോൾ ശ്രീനാരായണ ഗുരുവിൻ്റെ കുട്ടിക്കാല നാമം എന്താണ്? നാണു. കേരള നവോത്ഥാനത്തിൻ്റെ പിതാവ് എന്നറിയപ്പെടുന്നത് ശ്രീനാരായണ ഗുരുവാണ്. കേരള നവോത്ഥാനത്തിൻ്റെ പിതാവ് ആരാണ്? ശ്രീനാരായണ ഗുരു. ശ്രീനാരായണ ഗുരുവിനെ ഹഠയോഗ വിദ്യ പഠിപ്പിച്ചത് തൈക്കാട് അയ്യയാണ്. ശ്രീനാരായണ ഗുരുവിനെ ഹഠയോഗ വിദ്യ പഠിപ്പിച്ചത് ആരാണ്? തൈക്കാട് അയ്യ. ശ്രീനാരായണ ഗുരുവിന് ജ്ഞാനോദയം ലഭിച്ചത് കന്യാകുമാരിക്കടുത്ത് മരുത്വാ മലയിലെ പിള്ളത്തടം ഗുഹയിൽ വെച്ചാണ്. ശ്രീനാരായണ ഗുരുവിന് ജ്ഞാനോദയം ലഭിച്ചത് കന്യാകുമാരിക്കടുത്ത് മരുത്വാ മലയിൽ പിള്ളത്തടം ഗുഹയിൽ വെച്ചിട്ടാണ്. 1882 അണിയൂർ അമ്പലത്തിൽ വെച്ച് ചട്ടമ്പി സ്വാമികളെ കണ്ടുമുട്ടി. ശ്രീനാരായണ ഗുരു ചട്ടമ്പി സ്വാമികളെ കണ്ടുമുട്ടിയത് എവിടെ വെച്ചാ? അണിയൂർ അമ്പലത്തിൽ വെച്ച്. 1882 നമ്മൾ ചട്ടമ്പി സ്വാമികളെ പഠിച്ചപ്പോൾ ഇത് പഠിച്ചായിരുന്നു അല്ലേ? ശ്രീനാരായണ ഗുരു അരുവിപ്പുറത്ത് ശിവക്ഷേത്രം പണി കഴിപ്പിച്ചത് 1887. അപ്പം ശ്രീനാരായണ ഗുരു അരുവിപ്പുറത്ത് ശിവക്ഷേത്രം പണി കഴിപ്പിച്ചത് ഏത് വർഷമാണ്? 1887. നെയ്യാറിൽ നിന്നും എടുത്ത കല്ലുകൊണ്ടാണ് അദ്ദേഹം അവിടെ പ്രതിഷ്ഠ നടത്തിയത്. അപ്പം നെയ്യാറിൽ നിന്നെടുത്ത കല്ലുകൊണ്ടാണ് ശ്രീനാരായണ ഗുരു അരുവിപ്പുറത്ത് ശിവപ്രതിഷ്ഠ നടത്തിയത്. ഞാൻ പ്രതിഷ്ഠിച്ചത് ഈഴവ ശിവനെയാണ് എന്നത് ശ്രീനാരായണ ഗുരുവിൻ്റെ വാക്കുകളാണ്. ജാതിഭേദം മതദ്വേഷം ഏതുമില്ലാതെ സർവരും സോദരേതന വാഴുന്ന മാതൃകാ സ്ഥാനമാണിത്. ഗുരുദേവൻ്റെ ഈ വാക്കുകൾ അരുവിപ്പുറം ക്ഷേത്ര കവാടത്തിലാണ് ആലേഖനം ചെയ്തിരിക്കുന്നത്. 1891 ഗുരു കുമാരനാശാനെ കണ്ടുമുട്ടി. അപ്പോൾ ശ്രീനാരായണ ഗുരു കുമാരനാശാനെ കണ്ടുമുട്ടിയത് വർഷം 1891. ഈ ജാതിഭേദം മതദ്വേഷം ഏതുമില്ലാതെ എന്ന് തുടങ്ങുന്നത് ഇമ്പോർട്ടൻ്റ് ആണ് കേട്ടോ. അത് ഏത് ക്ഷേത്ര കവാടത്തിലാണെന്ന് ചോദിച്ചാൽ എവിടെയാണ്? അത് അരുവിപ്പുറം ക്ഷേത്ര കവാടത്തിലാണ് കേട്ടോ. ശ്രീനാരായണ ഗുരു ആത്മോപദേശ ശതകം രചിച്ചത് 1897. അപ്പോൾ ശ്രീനാരായണൻ്റെ ഗുരുവിൻ്റെ കൃതിയാണ് ആത്മോപദേശ ശതകം. അത് രചിച്ചത് എന്നാണ്? 1897. 1897. അവനവനാത്മസുഖത്തിനാചരിക്കുന്നവ അപരന് സുഖത്തിനായി വരേണം എന്ന ഗുരുവചനം ആത്മോപദേശ ശതകത്തിലേതാണ്. അപ്പം അവനവനാത്മസുഖത്തിനാചരിക്കുന്നവ അപരന് സുഖത്തിനായി വരേണം എന്ന ഗുരുവചനം എവിടെ നിന്ന് എടുത്തിട്ടുള്ളതാണ്? അത് ആത്മോപദേശ ശതകത്തിൽ നിന്നും എടുത്തിട്ടുള്ള വരികളാണ്. ഇനി 1898 ഗുരുവിൻ്റെ നേതൃത്വത്തിൽ അരുവിപ്പുറം ക്ഷേത്രയോഗം അഥവാ വാവോട്ട് യോഗം സ്ഥാപിച്ചു. അപ്പോൾ 1898 ശ്രീനാരായണ ഗുരുവിൻ്റെ നേതൃത്വത്തിൽ അരുവിപ്പുറം ക്ഷേത്രയോഗം അല്ലെങ്കിൽ അതിനെന്താണ് പറയുന്നത്? വാവൂട്ട് യോഗം സ്ഥാപിച്ചു. SNDP യോഗത്തിൻ്റെ മുൻഗാമി എന്നറിയപ്പെടുന്നത് വാവൂട്ട് യോഗമാണ്. പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ ആണ്. SNDP യോഗത്തിൻ്റെ മുൻഗാമി എന്നറിയപ്പെടുന്നത് എന്താണ്? അത് വാവൂട്ട് യോഗമാണ്. എവിടെയാണ് നടന്നത്? അരുവിപ്പുറം ക്ഷേത്രത്തിൽ 1898. 1903 മെയ് 15-നാണ് SNDP സ്ഥാപിതമായത്. SNDP സ്ഥാപിതമായത് എന്നാണ്? 1903 മെയ് 15. SNDP സ്ഥാപിതമായത് 1903 മെയ് 15-നാണ്. ശ്രീനാരായണ ധർമ്മപരിപാലന യോഗം രൂപീകരിക്കാൻ നിർണായ പങ്ക് വഹിച്ചത് ഡോക്ടർ പൽപ്പു ആണ്. ശ്രീനാരായണ ധർമ്മപരിപാലന യോഗം അഥവാ SNDP രൂപീകരിക്കാൻ നിർണായ പങ്ക് വഹിച്ചത് ആരാണ്? ഡോക്ടർ പൽപ്പു ആണ്. SNDPയുടെ പ്രഥമ സമ്മേളനം നടന്നത് അരുവിപ്പുറത്ത് വെച്ചാണ്. SNDPയുടെ പ്രഥമ സമ്മേളനം നടന്നത് എവിടെ വെച്ചാണ്? അരുവിപ്പുറത്ത് വെച്ചിട്ടാണ്. SNDP യോഗത്തിൻ്റെ ആസ്ഥാനം കൊല്ലം ജില്ലയിലാണ്. SNDP യോഗത്തിൻ്റെ ആസ്ഥാനം എവിടെയാണ്? കൊല്ലം ജില്ല.
ശ്രീനാരായണ ഗുരുവാണ് SNDPയുടെ ആജീവനാന്ത അധ്യക്ഷൻ. ശ്രീനാരായണ ഗുരുവാണ് SNDPയുടെ ആജീവനാന്ത അധ്യക്ഷൻ. അപ്പോൾ SNDPയുടെ ആസ്ഥാനം എവിടെയാണ്? കൊല്ലം ജില്ലയിലാണ്. അതുപോലെ തന്നെ SNDPയുടെ ആജീവനാന്ത അധ്യക്ഷൻ ആരാണ്? അത് ശ്രീനാരായണ ഗുരുവാണ്. ഇനി SNDPയുടെ ആദ്യത്തെ ഉപാധ്യക്ഷൻ ഡോക്ടർ പൽപ്പു. SNDPയുടെ ആദ്യത്തെ ജനറൽ സെക്രട്ടറി കുമാരനാശാനാണ്. SNDPയുടെ ആദ്യത്തെ ജനറൽ സെക്രട്ടറി കുമാരനാശാൻ. അപ്പോൾ SNDPയുടെ ആജീവനാന്ത അധ്യക്ഷൻ ശ്രീനാരായണ ഗുരു, ആദ്യത്തെ ഉപാധ്യക്ഷൻ ഡോക്ടർ പൽപ്പു, അതുപോലെ തന്നെ ആദ്യത്തെ ജനറൽ സെക്രട്ടറി കുമാരനാശാൻ. 1904 SNDPയുടെ മുഖപത്രമായ വിവേകോദയം പ്രസിദ്ധീകരണം ആരംഭിച്ചത്. അപ്പോൾ SNDPയുടെ മുഖപത്രം ഏതാണ്? വിവേകോദയം. SNDPയുടെ മുഖപത്രമാണ് വിവേകോദയം. വിവേകോദയം എന്നാണ് പ്രസിദ്ധീകരണം ആരംഭിച്ചത്? 1904. 1904 വിവേകോദയം SNDPയുടെ മുഖപത്രം പ്രസിദ്ധീകരണം ആരംഭിച്ചത്. കുമാരനാശാനാണ് വിവേകോദയം ആരംഭിച്ചത്. അപ്പോൾ SNDPയുടെ മുഖപത്രമായ വിവേകോദയം ആരംഭിച്ചത് ആരാണ്? അത് കുമാരനാശാനാണ്. M ഗോവിന്ദനായിരുന്നു വിവേകോദയത്തിൻ്റെ ആദ്യത്തെ പത്രാധിപർ. അപ്പം ഈ വിവേകോദയത്തിൻ്റെ ആദ്യത്തെ പത്രാധിപൻ ആരായിരുന്നു എന്ന് ചോദിച്ചാൽ അത് M ഗോവിന്ദനാണ്. ഈഴവ ഗസറ്റ് എന്ന അപരനാമത്തിൽ അറിയപ്പെടുന്നത് വിവേകോദയമാണ്. അപ്പം ഈഴവ ഗസറ്റ് എന്നറിയപ്പെടുന്നത് എന്താണ്? അത് വിവേകോദയമാണ്. SNDPയുടെ ഇപ്പോഴത്തെ മുഖപത്രമാണ് യോഗാനാഥം. അപ്പോൾ SNDPയുടെ ആദ്യത്തെ മുഖപത്രത്തിൻ്റെ പേരെന്താണ്? അത് വിവേകോദയം എന്നാണ്. ഇപ്പോൾ അതെങ്ങനെയാണ് അറിയപ്പെടുന്നത്? യോഗാനാഥം എന്നാണ്. ഇപ്പോൾ മുഖപത്രം അറിയപ്പെടുന്നത് യോഗാനാഥം എന്നാണ്. 1904 ശ്രീനാരായണ ഗുരു ശിവഗിരി മഠം സ്ഥാപിച്ചത്. അപ്പോൾ ശ്രീനാരായണ ഗുരു എന്ന ശിവഗിരി മഠം സ്ഥാപിച്ചത് 1904. 1908 ഗുരു തലശ്ശേരി ജഗന്നാഥ ക്ഷേത്രത്തിൽ പ്രതിഷ്ഠ നടത്തി. 1912 ഗുരു ശിവഗിരിയിൽ ശാരദാ പ്രതിഷ്ഠ നടത്തിയത്. 1912 ബാലരാമപുരത്ത് വെച്ച് ശ്രീനാരായണ ഗുരു അയ്യങ്കാളിയെ കണ്ടു. ശ്രീനാരായണ ഗുരു അയ്യങ്കാളിയെ കണ്ടത് എവിടെ വെച്ചാ? ബാലരാമപുരത്ത് വെച്ച്. എന്നാണ്? 1912. 1913 ശ്രീനാരായണ ഗുരു ആലുവായിൽ അദ്വൈതാശ്രമം സ്ഥാപിച്ചു. ആലുവയിൽ അദ്വൈതാശ്രമം സ്ഥാപിച്ചത് 1913. ഓം സാഹോദര്യം സർവത്ര എന്നതാണ് അദ്വൈതാശ്രമത്തിൻ്റെ പ്രമാണവാക്യം. എന്താണ് അദ്വൈതാശ്രമത്തിൻ്റെ പ്രമാണവാക്യം എന്ന് ചോദിച്ചാൽ ഓം സാഹോദര്യം സർവത്ര എന്നതാണ് അദ്വൈതാശ്രമത്തിൻ്റെ പ്രമാണവാക്യം. 1914 ശ്രീനാരായണ ഗുരു തിരുവണ്ണാമലയിൽ വെച്ച് രമണ മഹർഷിയെ കണ്ടുമുട്ടി. 1916 ശ്രീനാരായണ ഗുരു തിരുവണ്ണാമലയിൽ വെച്ച് രമണ മഹർഷിയെ കണ്ടുമുട്ടി. ശ്രീനാരായണ ഗുരു നേരിട്ട് സന്ദർശിച്ച ഏക വ്യക്തിയാണ് രമണ മഹർഷി. ശ്രീനാരായണ ഗുരു നേരിട്ട് സന്ദർശിച്ച ഏക വ്യക്തി ആരാണ്? അത് രമണ മഹർഷിയാണ്. 1918 ശ്രീനാരായണ ഗുരു ആദ്യമായി ശ്രീലങ്ക സന്ദർശിച്ചു. ശ്രീനാരായണ ഗുരു അവസാനമായി ശ്രീലങ്ക സന്ദർശിച്ച 1926 ഗുരു സന്ദർശിച്ചിട്ടുള്ള ഏക വിദേശ രാജ്യവും ശ്രീലങ്കയാണ്. അപ്പോൾ ശ്രീനാരായണ ഗുരു സന്ദർശിച്ചിട്ടുള്ള ഏക വിദേശ രാജ്യം ഏതാണ്? ശ്രീലങ്ക. പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ ആണ്. ആദ്യം അദ്ദേഹം 1918 അവസാനമായി 1925 ശ്രീലങ്ക സന്ദർശിച്ചത്. 1922 രവീന്ദ്രനാഥ ടാഗോർ ശിവഗിരിയിൽ ശ്രീനാരായണ ഗുരുവിനെ സന്ദർശിച്ചു. 1922 രവീന്ദ്രനാഥ ടാഗോർ ശ്രീനാരായണ ഗുരുവിനെ സന്ദർശിച്ചത്. എവിടെയാണ്? ശിവഗിരിയിൽ വന്ന് സന്ദർശിച്ചു. ടാഗോറിനൊപ്പം ശ്രീനാരായണ ഗുരുവിനെ സന്ദർശിച്ചത് CF ആൻഡ്രൂസ് ആണ്. അപ്പോൾ ഈ രവീന്ദ്രനാഥ ടാഗോറിനോടൊപ്പം ശ്രീനാരായണ ഗുരുവിനെ സന്ദർശിച്ച ആളാണ് CF ആൻഡ്രൂസ്. ദീനബന്ധു എന്നറിയപ്പെടുന്നത് CF ആൻഡ്രൂസ് ആണ്. ദീനബന്ധു എന്നറിയപ്പെടുന്നത് ആരാണ്? CF ആൻഡ്രൂസ്. കുമാരനാശാനായിരുന്നു ഈ സന്ദർഭത്തിൽ ഇവർക്കിടയിൽ ദ്വിഭാഷിയായി പ്രവർത്തിച്ചിരുന്നത്. രവീന്ദ്രനാഥ് ടാഗോർ ശ്രീനാരായണ ഗുരുവിനെ ശിവഗിരിയിലെത്തി സന്ദർശിച്ചപ്പോൾ ഇവർക്കിടയിൽ ദ്വിഭാഷിയായി പ്രവർത്തിച്ചിരുന്ന ആളായിരുന്നു കുമാരനാശാൻ. 1924 ആലുവായിൽ ശ്രീനാരായണ ഗുരുവിൻ്റെ നേതൃത്വത്തിൽ സർവമത സമ്മേളനം നടത്തി. അപ്പോൾ ആലുവായിൽ സർവമത സമ്മേളനം നടന്നത് എന്നാ? 1924. ആരുടെ നേതൃത്വത്തിലാണ്? നമ്മുടെ ശ്രീനാരായണ ഗുരുവിൻ്റെ നേതൃത്വത്തിലാണ്. ജസ്റ്റിസ് സദാശിവ അയ്യരാണ് ആലുവ സർവമത സമ്മേളനത്തിൽ അധ്യക്ഷത വഹിച്ചത്. വാദിക്കാനും ജയിക്കാനുമല്ല, അറിയാനും അറിയിക്കുവാനും
അറിയിക്കാനുമാണ് നമ്മളിവിടെ ഒത്തുകൂടിയത് എന്നാണ് ശ്രീനാരായണ ഗുരു പറഞ്ഞത് ആലുവയിലെ സർവ്വമത സമ്മേളനത്തിൽ. അപ്പം ആലുവയിലെ സർവ്വമത സമ്മേളനത്തിൽ വെച്ച് ശ്രീനാരായണ ഗുരു എന്ത് പറഞ്ഞു? വാദിക്കാനും ജയിക്കാനുമല്ല, അറിയാനും അറിയിക്കാനുമാണ് നമ്മളിവിടെ ഒത്തുകൂടിയത്. 1925 മാർച്ച് 12 ശ്രീനാരായണ ഗുരു ഗാന്ധിജിയെ ശിവഗിരിയിൽ വെച്ച് കാണുന്നത്. 1925 മാർച്ച് 12 ഗാന്ധിജി ശ്രീനാരായണ ഗുരുവിനെ ശിവഗിരിയിൽ വെച്ച് സന്ദർശിക്കുന്നു. അപ്പോൾ ഗാന്ധിജിയും ശ്രീനാരായണ ഗുരുവും കണ്ടുമുട്ടിയത് 1925 മാർച്ച് 12 എവിടെ വെച്ചാണ്? ശിവഗിരിയിൽ വെച്ചാണ്. കോട്ടയം ജില്ലാ കളക്ടറായിരുന്ന എൻ കുമാരനായിരുന്നു അവിടുത്തെ ദ്വിഭാഷിയായിരുന്നത്. അതായത് ഗാന്ധിജിയും ശ്രീനാരായണ ഗുരുവും തമ്മിൽ കണ്ടുമുട്ടിയപ്പോൾ കോട്ടയം ജില്ലാ കളക്ടറായിരുന്ന എൻ കുമാരനായിരുന്നു അവിടെ വിഭാഷി, അതായത് തർജ്ജമ ചെയ്യാനായിട്ട് അവരെ സഹായിച്ചത്. ശ്രീനാരായണ ഗുരു ആദ്യമായി കണ്ണാടി പ്രതിഷ്ഠ നടത്തിയത് കളവൻകോട് ക്ഷേത്രത്തിലാണ്. ശ്രീനാരായണ ഗുരു ആദ്യമായി കണ്ണാടി പ്രതിഷ്ഠ നടത്തിയത് എവിടെയാണ്? അത് കളവൻകോട് ക്ഷേത്രത്തിൽ വെച്ചാണ്. ഗുരു അവസാനമായി പങ്കെടുത്തത് 1927 പള്ളുരുത്തി SNDP സമ്മേളനത്തിലാണ്. ജീവിച്ചിരിക്കെ പ്രതിമ സ്ഥാപിക്കപ്പെട്ട ആദ്യ വ്യക്തിയാണ് ശ്രീനാരായണ ഗുരു. അദ്ദേഹം ജീവിച്ചിരിക്കുമ്പോൾ തന്നെ അദ്ദേഹത്തിനായി പ്രതിമ സ്ഥാപിക്കപ്പെട്ടു. അങ്ങനെയുള്ള വ്യക്തിയാണ് ശ്രീനാരായണ ഗുരു. 1927 തലശ്ശേരിയിലാണ് ശ്രീനാരായണ ഗുരുവിൻ്റെ ആദ്യ പ്രതിമ സ്ഥാപിതമായത്. ശ്രീനാരായണ ഗുരുവിൻ്റെ ആദ്യ പ്രതിമ സ്ഥാപിതമായ സ്ഥലം തലശ്ശേരി. വർഷം 1927. ചട്ടമ്പി സ്വാമികളുടെ മരണത്തിൽ അനുശോചിച്ച് ശ്രീനാരായണ ഗുരു രചിച്ച കൃതിയാണ് നവമഞ്ജരി. അപ്പോൾ ആരുടെ മരണത്തിൽ അനുശോചിച്ചാണ് ശ്രീനാരായണ ഗുരു നവമഞ്ജരി രചിച്ചത്? ചട്ടമ്പി സ്വാമികൾ. അതുപോലെ തന്നെ തിരിച്ചും ചോദിക്കാം, ചട്ടമ്പി സ്വാമികളുടെ മരണത്തെ അനുശോചിച്ച് ശ്രീനാരായണ ഗുരു രചിച്ച കൃതി ഏതാണെന്ന് ചോദിച്ചാൽ നവമഞ്ജരി. ശ്രീനാരായണ ഗുരു തൻ്റെ ആദ്യ കൃതിയായ ഗജേന്ദ്രമോക്ഷം വഞ്ചിപ്പാട്ട് സമർപ്പിച്ചിരിക്കുന്നത് ചട്ടമ്പി സ്വാമികൾക്കാണ്. ശ്രീനാരായണ ഗുരുവിൻ്റെ ആദ്യ കൃതിയാണ് ഗജേന്ദ്രമോക്ഷം. അപ്പോൾ ഈ ഗജേന്ദ്രമോക്ഷം വഞ്ചിപ്പാട്ട് സമർപ്പിച്ചത് ആർക്കാണ്? ചട്ടമ്പി സ്വാമികൾക്ക്. തിരുവള്ളുവർ രചിച്ച തിരുക്കുറൽ മലയാളത്തിലേക്ക് പരിഭാഷപ്പെടുത്തിയത് ശ്രീനാരായണ ഗുരുവാണ്. തിരുവള്ളുവരാണ് എന്ത് രചിച്ചത്? തിരുക്കുറൽ രചിച്ചത്. ഈ തിരുക്കുറൽ മലയാളത്തിലേക്ക് പരിഭാഷപ്പെടുത്തിയത് ആരാണ്? അത് ശ്രീനാരായണ ഗുരുവാണ്. ജാതി ലക്ഷണം, ജാതി നിർണയം, ദൈവദശകം, ധർമ്മം, അർദ്ധനാരീശ്വര സ്തോത്രം തുടങ്ങിയ ഗുരുവിൻ്റെ പ്രധാന രചനകളാണ്. ജാതി ലക്ഷണം, ജാതി നിർണയം, ദൈവദശകം, ധർമ്മം, അർദ്ധനാരീശ്വര സ്തോത്രം തുടങ്ങിയവ ഗുരുവിൻ്റെ പ്രധാന രചനകളാണ്. വേദാന്ത സൂത്രം, ദർശനമാല, നിർവൃതി പഞ്ചകം എന്നിവ ശ്രീനാരായണ ഗുരു സംസ്കൃതത്തിൽ രചിച്ച പുസ്തകങ്ങളാണ്. അപ്പോൾ ദർശനമാലയും വേദാന്ത സൂത്രവും നിർവൃതി പഞ്ചകവും ശ്രീനാരായണ ഗുരു സംസ്കൃതത്തിൽ രചിച്ച പുസ്തകങ്ങളാണ്. ഒരു ജാതി, ഒരു മതം, ഒരു ദൈവം, മനുഷ്യൻ എന്ന സന്ദേശം ഗുരുവിൻ്റെ ജാതി മീമാംസ എന്ന പുസ്തകത്തിലേതാണ്. അപ്പോൾ ഒരു ജാതി, ഒരു മതം, ഒരു ദൈവം, മനുഷ്യൻ എന്ന സന്ദേശം ആരുടെയാ? ശ്രീനാരായണ ഗുരുവിൻ്റെ. എവിടെ നിന്നാണ് അത് എഴുതിയിട്ടുള്ളത്? അദ്ദേഹത്തിൻ്റെ ജാതി മീമാംസ എന്ന പുസ്തകത്തിൽ നിന്നാണ്. സംഘടിച്ചു ശക്തരാവുക, വിദ്യ കൊണ്ട് പ്രബുദ്ധരാവുക. ആരുടെ വാക്കുകളാണ്? ശ്രീനാരായണ ഗുരു. സംഘടിച്ചു ശക്തരാവുക, വിദ്യ കൊണ്ട് പ്രബുദ്ധരാവുക. മതമേതായാലും മനുഷ്യൻ നന്നായാൽ മതി. ആരാണ് പറഞ്ഞത്? ശ്രീനാരായണ ഗുരു. മദ്യം വിഷമാണ്, അതുണ്ടാക്കരുത്, കൊടുക്കരുത്, കുടിക്കരുത്. ആരാണ് പറഞ്ഞത്? ശ്രീനാരായണ ഗുരു. ജാതി ചോദിക്കരുത്, പറയരുത്, ചിന്തിക്കരുത് എന്നിവ ശ്രീനാരായണ ഗുരുവിൻ്റെ സന്ദേശങ്ങളാണ്. ശ്രീനാരായണ ഗുരുവിൻ്റെ ആദ്യ യൂറോപ്യൻ ശിഷ്യനാണ് ഏണസ്റ്റ് കിർക്ക്. ശ്രീനാരായണ ഗുരുവിൻ്റെ ആദ്യ യൂറോപ്യൻ ശിഷ്യനാണ് ഏണസ്റ്റ് കിർക്ക്. ശ്രീനാരായണ ഗുരു തൻ്റെ പിൻഗാമിയായി തിരഞ്ഞെടുത്തത് ബോധാനന്ദ സ്വാമികളെയാണ്. ശ്രീനാരായണ ഗുരു തൻ്റെ പിൻഗാമിയായി തിരഞ്ഞെടുത്തത് ആരെയാണ്? ബോധാനന്ദ സ്വാമികളെയാണ്. നീലഗിരിയിൽ ശ്രീനാരായണ ഗുരുകുലം സ്ഥാപിച്ചത് നടരാജ ഗുരുവാണ്. ആരാണ് നീലഗിരിയിൽ ശ്രീനാരായണ ഗുരുകുലം സ്ഥാപിച്ചത്? നടരാജ ഗുരു. നടരാജ ഗുരു ഡോക്ടർ പൽപുവിൻ്റെ പുത്രനാണ്. ശ്രീനാരായണ സേവിക സമാജം സ്ഥാപിച്ചത് സഹോദരൻ അയ്യപ്പനാണ്. ശ്രീനാരായണ സേവിക സമാജം സ്ഥാപിച്ചത് ആരാണ്? അത് സഹോദരൻ അയ്യപ്പനാണ്. 1928 സെപ്റ്റംബർ 20 ശിവഗിരിയിൽ ശ്രീനാരായണ ഗുരു സമാധിയായി. 1928 സെപ്റ്റംബർ 20 1928 സെപ്റ്റംബർ 20 ശ്രീനാരായണ ഗുരു ശിവഗിരിയിൽ വെച്ച് സമാധിയായത്. ജന്മദിനവും സമാധി ദിനവും കേരളത്തിൽ പൊതു അവധിയായിട്ടുള്ള ഒരേ
ഒരു നവോത്ഥാന നായകനാണ് ശ്രീനാരായണ ഗുരു. അദ്ദേഹത്തിൻ്റെ ജന്മദിനവും സമാധി ദിനവും കേരളത്തിൽ സർക്കാർ പൊതു അവധിയായി പ്രഖ്യാപിച്ചിട്ടുണ്ട്. ഇങ്ങനെയുള്ള ഒരേ ഒരു നവോത്ഥാന നായകനാണ് ശ്രീനാരായണ ഗുരു. ശ്രീനാരായണ ഗുരുവിനെ രണ്ടാം ബുദ്ധൻ എന്ന് വിശേഷിപ്പിച്ചത് ജി ശങ്കരക്കുറുപ്പാണ്. അപ്പോൾ ശ്രീനാരായണ ഗുരുവിനെ രണ്ടാം ബുദ്ധൻ എന്ന് വിശേഷിപ്പിച്ചത് ആരെയാണ്? ജി ശങ്കരക്കുറുപ്പാണ്. ജി ശങ്കരക്കുറുപ്പ് ശ്രീനാരായണ ഗുരുവിനെ എന്താണ് വിശേഷിപ്പിച്ചതെന്ന് ചോദിച്ചാൽ രണ്ടാം ബുദ്ധൻ എന്നാണ്. നാണയത്തിൽ പ്രത്യക്ഷപ്പെട്ട ആദ്യ മലയാളി ശ്രീനാരായണ ഗുരുവാണ്. നാണയത്തിൽ പ്രത്യക്ഷപ്പെട്ട ആദ്യ മലയാളി ആരാണ്? ശ്രീനാരായണ ഗുരു. 1967 ശ്രീനാരായണ ഗുരു ഇന്ത്യൻ പോസ്റ്റൽ സ്റ്റാമ്പിൽ പ്രത്യക്ഷപ്പെട്ടത്. ശ്രീനാരായണ ഗുരുവിനോടുള്ള ആദരമായിട്ട് ഇന്ത്യൻ പോസ്റ്റൽ സ്റ്റാമ്പ് അദ്ദേഹത്തിൻ്റെ സ്റ്റാമ്പ് പുറത്തിറക്കിയത് 1967. ഇന്ത്യൻ പോസ്റ്റൽ സ്റ്റാമ്പിൽ പ്രത്യക്ഷപ്പെട്ട ആദ്യ മലയാളിയും ആരാണ്? അത് ശ്രീനാരായണ ഗുരുവാണ്. ശ്രീലങ്കൻ സ്റ്റാമ്പിൽ പ്രത്യക്ഷപ്പെട്ട ആദ്യ മലയാളിയും ശ്രീനാരായണ ഗുരുവാണ്. അപ്പം ഇന്ത്യൻ പോസ്റ്റൽ സ്റ്റാമ്പിൽ പ്രത്യക്ഷപ്പെട്ട ആദ്യ മലയാളി, അതുപോലെ തന്നെ ശ്രീലങ്കൻ സ്റ്റാമ്പിൽ പ്രത്യക്ഷപ്പെട്ട ആദ്യ മലയാളിയും ആരാണ്? ശ്രീനാരായണ ഗുരുവാണ്. ശ്രീനാരായണ ഗുരുവിൻ്റെ ജീവചരിത്രം ആദ്യമായി എഴുതിയത് മൂർക്കോത്ത് കുമാരനാണ്. ശ്രീനാരായണ ഗുരുവിൻ്റെ ജീവചരിത്രം ആദ്യമായി എഴുതിയത് ആരാണ്? മൂർക്കോത്ത് കുമാരൻ. ഏറ്റവും കൂടുതൽ ഭാഷകളിൽ വിവർത്തനം ചെയ്യപ്പെട്ടിട്ടുള്ള ശ്രീനാരായണ ഗുരുവിൻ്റെ ജീവചരിത്രമായ ബ്രഹ്മർഷി ശ്രീനാരായണ ഗുരു രചിച്ചിരിക്കുന്നത് ടി ഭാസ്കരനാണ്. അപ്പോൾ ഏറ്റവും കൂടുതൽ ഭാഷകളിൽ വിവർത്തനം ചെയ്ത ശ്രീനാരായണ ഗുരുവിൻ്റെ ജീവചരിത്രമാണ് ബ്രഹ്മർഷി ശ്രീനാരായണ ഗുരു. ഇത് രചിച്ചത് ആരാണ്? ടി ഭാസ്കരനാണ്. ശ്രീനാരായണ ഗുരുവിനെക്കുറിച്ച് നാരായണീയം എന്ന നോവൽ രചിച്ചത് പെരുമ്പടം ശ്രീധരനാണ്. അപ്പം നാരായണീയം എന്ന നോവൽ ആരെക്കുറിച്ചാണ്? ശ്രീനാരായണ ഗുരുവിനെക്കുറിച്ച്. ആരാണ് രചിച്ചത്? പെരുമ്പടം ശ്രീധരൻ. ഗുരു എന്ന നോവൽ രചിക്കുന്നത് കെ സുരേന്ദ്രനാണ്. ഗുരു എന്ന നോവൽ ആരാ രചിച്ചത്? കെ സുരേന്ദ്രൻ. ഗുരുവിൻ്റെ ദുഃഖം എന്ന കൃതി രചിച്ചത് സുകുമാർ അഴീക്കോടാണ്. ഗുരുവിൻ്റെ ദുഃഖം എന്ന കൃതി ആരുടേതാണ്? സുകുമാർ അഴീക്കോട്. ശ്രീനാരായണ ഗുരുവിൻ്റെ ജീവിതത്തെ ആസ്പദമാക്കി 1986 ശ്രീനാരായണ ഗുരു എന്ന സിനിമ സംവിധാനം ചെയ്തത് ടി.എ. ബക്കറാണ്. അപ്പോൾ ശ്രീനാരായണ ഗുരുവിൻ്റെ ജീവിതത്തെ ആസ്പദമാക്കി 1986 ശ്രീനാരായണ ഗുരു എന്ന സിനിമ സംവിധാനം ചെയ്തത് ആരാണ്? ടി.എ. ബക്കറാണ്. 2010 യുഗപുരുഷൻ എന്ന സിനിമ സംവിധാനം ചെയ്തത് ആർ സുകുമാരനാണ്. 2010 ശ്രീനാരായണ ഗുരുവിനെക്കുറിച്ചുള്ള യുഗപുരുഷൻ എന്ന സിനിമ സംവിധാനം ചെയ്തത് ആരാണ്? ആർ സുകുമാരനാണ്. തലൈവാസൽ വിജയാണ് ശ്രീനാരായണ ഗുരുവിൻ്റെ കഥാപാത്രത്തെ അഭിനയിച്ചിരിക്കുന്നത്. ശ്രീനാരായണ ഗുരുവായിട്ട് ഈ യുഗപുരുഷൻ സിനിമയിൽ അഭിനയിച്ചിരിക്കുന്നത് ആരാ? ഏത് നടനാന്ന് ചോദിച്ചാൽ അത് തലൈവാസൽ വിജയ്, തമിഴ് നടനായ തലൈവാസൽ വിജയാണ്. അപ്പോൾ ശ്രീനാരായണ ഗുരുവിനെക്കുറിച്ചാണ് നമ്മൾ ഈ ക്ലാസ്സിൽ പഠിച്ചത്. ഇതിൽ നിന്നും ഉറപ്പായിട്ടും നിങ്ങളുടെ ഏത് പരീക്ഷയ്ക്കായാലും ശ്രീനാരായണ ഗുരുവിനെക്കുറിച്ച് ചോദിച്ചാൽ നിങ്ങൾക്ക് ഉത്തരം എഴുതാൻ പാകത്തിനുള്ള ക്ലാസ്സാണ് ഇത്. അതുകൊണ്ട് നിങ്ങൾക്ക് ധൈര്യമായിട്ട് ഇത് പഠിച്ചിട്ട് ശ്രീനാരായണ ഗുരുവിനെക്കുറിച്ച് ഇതിൻ്റെ അപ്പുറത്തേക്ക് നിങ്ങൾക്ക് ഒന്നും പഠിക്കാനില്ല. ഇത്രയും പഠിക്കുക. പഠിച്ചിട്ട് നിങ്ങൾ പരീക്ഷയ്ക്ക് പോവുക. എല്ലാ പരീക്ഷയ്ക്കും നവോത്ഥാന നായകന്മാരെ ശ്രീനാരായണ ഗുരു ഒക്കെ നമുക്ക് ചോദിക്കുന്നതാണ്. അതുകൊണ്ട് തന്നെ ഈ ക്ലാസ് നിങ്ങൾക്ക് തീർച്ചയായിട്ടും ഉപകാരപ്രദമാകുമെന്ന് ഞാൻ വിശ്വസിക്കുന്നു. അപ്പോൾ ക്ലാസ്സുകൾ കണ്ട അഭിപ്രായങ്ങൾ രേഖപ്പെടുത്തുക. നിങ്ങൾക്ക് ക്ലാസ്സുകൾ യൂസ്ഫുള്ളായി തോന്നുന്നുണ്ടെങ്കിൽ മാത്രം മറ്റുള്ളവരിലേക്ക് ഷെയർ ചെയ്യുക, ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. മറ്റൊരു ക്ലാസ്സുമായിട്ട് അടുത്ത ക്ലാസ് നമുക്ക് കാണാം. താങ്ക് യു ഓൾ. ഹാവ് എ നൈസ് ഡേ.